എൻ്റെ പേര് അനന്തു സാബു എന്നാണ്. ഞാൻ നവംബറിലാണ് നാപ്പിൽ ജോയിൻ ചെയ്തത്. ഞാനെപ്പോഴും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് ഫിസിക്കലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം സാറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഓടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സാധാരണ ഇവിടുത്തെ ആർമിയിലെ ട്രെയിനിങ്ങുള്ള പിള്ളേരുടെ കൂടെയാണ് നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 10 റൗണ്ട് ഓടുമ്പോഴത്തേക്കും അവർക്ക് വലിയൊരു എഫോർട്ടൊന്നും അവർക്ക് വേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 റൗണ്ട് ആകുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും എനിക്ക് തലകറക്കം വരുമായിരുന്നു. ഞാനപ്പോഴത്തേക്കും അവിടെ മാറിയിരിക്കും, ബാക്കിയുള്ളവർ ഓടുക പതിവ്. അങ്ങനെ വന്നിട്ടൊരു 1.5 മാസം ഫുള്ള് ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരുന്നു. ഗ്രൗണ്ടിലും അതുപോലെ തന്നെ റോഡിൽ. അപ്പോൾ അതായതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു എൻഡുറൻസിൻ്റെ സംഭവം തന്നെ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഫിറ്റായി. അപ്പോൾ ഞാൻ ആദ്യം വന്ന സമയത്ത് ഫിസിക്കലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാത്ത ഐറ്റങ്ങളെല്ലാം ഈ ഓടിയുള്ള എൻഡുറൻസുകളിൽ എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ഫിസിക്കലിന് നമ്മുടെ ഗ്രൗണ്ടിലാണെങ്കിൽ സാർ ഓടിക്കുന്നത് കൂടുതലും നമുക്ക് ടഫായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു സാർ ഓടിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ട്രാക്കൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് കുഴമണ്ണും അതുപോലെ തന്നെ മണ്ണിലാണ് സാർ ഓടിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മളെപ്പോഴും എന്നിട്ട് മണ്ണിൽ ഓടിച്ചിട്ട് തന്നെ കറക്റ്റ് ടൈം പിടിക്കുകയും ചെയ്യായിരുന്നു. എന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ ഇന്ന ടൈമിൽ തന്നെ കയറിയാലേ നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ടെൻഷൻ അടിച്ചു. കാരണം അവിടെ നമുക്ക് ഫിസിക്കലി പാസ് ആവാൻ ടൈമിലുള്ള 14 സെക്കൻഡിൽ 100 ഓടി കയറുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ആ 14 സെക്കൻഡിൽ ഓടി കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ് റോഡിൽ കൊണ്ട് 100 ഓടിച്ചു. അപ്പോൾ കൃത്യമായിട്ട് 14 സെക്കൻഡിൽ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ എത്താൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആദ്യത്തെ 1.5 മാസം നമ്മൾ ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട റിസൾട്ടായിരുന്നു. പിന്നെ ഡിസംബർ പകുതി തൊട്ട് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. പിന്നെ ഐറ്റംസ് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയി. അപ്പം പിന്നെ നമ്മൾ ഫിസിക്കലിന് പോകുമ്പോൾ തന്നെ തലേ ദിവസം സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ ഐറ്റംസ് എല്ലാം നിൻ്റെ കയ്യിലുണ്ട്, ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. അതുപോലെ ഏതെങ്കിലും ഐറ്റം കയ്യിലുള്ളത് പോയാലും നീ ടെൻഷൻ അടിക്കരുത്, നിൻ്റെ അടുത്ത് ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അത് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഐറ്റം ചെയ്തെടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ബോൾ അത്യം പറഞ്ഞാൽ കിട്ടണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ബോൾ ഏതായിട്ട് കൈ പിടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സാറാ പറഞ്ഞ ആ കാര്യം അന്നേരം ഓർത്തു. അതായത് ഞാൻ പിന്നെ ബോൾ അറിയാമെന്നില്ല. ഞാൻ ഒറ്റ ട്രയൽ ബോൾ നിർത്തിയിട്ട് ഞാൻ പോയി ചിഹ്നപ്പടിച്ചു. ചിഹ്നപ്പൻ്റെ സ്ട്രോങ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചിഹ്നപ്പടിച്ചപ്പോൾ എനിക്ക് ചിഹ്നപ്പ് കിട്ടി. അങ്ങനെ ഫിസിക്കലി പാസ്സാവാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ടിൽ സാറ് ചെയ്യിച്ചതിൻ്റെ റിസൾട്ടാണ് നമുക്ക് അവിടെ കിട്ടിയത്. കാരണം നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മളെ സാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഓടിച്ചു വന്നിട്ട് സാർ അപ്പം തന്നെ നമ്മൾ ചിഹ്നപ്പടിപ്പിക്കും. അപ്പോൾ നമ്മുടെ എൻഡുറൻസിനെ നമ്മൾ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും നമുക്ക് ഗ്രൗണ്ടിൽ ഒരു ഫ്രീ ടൈം സാർ തന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ സാർ അടുത്ത ഐറ്റത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കും. പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ള നമ്മുടെ ഓടി കഴിഞ്ഞ സാർ അപ്പം തന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സംഭവമായിരുന്നു എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അതായത് ഓട്ടം കഴിഞ്ഞ് നമ്മളുടെ ബോഡി ഫുള്ളി ഡൗൺ ആയിരിക്കും സാറ് റോഡിൽ വെയിലത്തുകൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം. അപ്പോഴത്തേക്കും ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസിലും വർക്കൗട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഫലം മനസ്സിലാന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലും ആയപ്പോഴത്തേക്കും നമ്മൾ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടും അതിൻ്റെ ഒരു ടയർഡ്നെസ് ബോഡിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു എക്സസൈസിൻ്റെയൊക്കെ റിസൾട്ട് അപ്പോഴാണ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ട് എന്നെ സഹായിച്ച ഹരികുണ്ടൻ സാറിനും അതുപോലെ തന്നെ നാപ്നി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സെയിം ഇതായിട്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഹുസൈൻ, ഭരത്, മിഥുൻ, ജേക്കബ്, വിഷ്ണു അല്ല, എനിക്കും വിഷ്ണുവിനും ഭരത്തിനും ഒരുമിച്ച് ഞാൻ ടെസ്റ്റ്. അപ്പോഴത്തേക്കും സാർ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ പരസ്പരം ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോണം. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഐറ്റംസ് കഴിഞ്ഞ ഉടനെ അവന്മാരുടെ അടുത്ത് പോയി നിന്നിട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അവന്മാർക്ക് കൊടുക്കുക ചെയ്തിരുന്നത്. അപ്പോഴത്തേക്കും അവർക്കും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവരും ഹരികുണ്ടൻ സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.